എന്ന് സ്വന്തം പുണ്യാളൻ. മഹേഷ് മധു സംവിധാനം ചെയ്തിരിക്കുന്ന അർജുൻ അശോകനും ബാലു വർഗീസും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് എന്ന് സ്വന്തം പുണ്യാളൻ. അർജുനെയും ബാലുവിനെയും കൂടാതെ ചിത്രത്തിൽ അനശ്വര രാജൻ, രഞ്ജി പണിക്കർ, അൽതാഫ് സലീം, ബൈജു സന്തോഷ്, വിനീത് വിശ്വം, സിനോജ് വർഗീസ്, സുർജിത് ഗോപിനാഥ് തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു. ഒരു പള്ളിയിലച്ഛൻ പെട്ടുപോകുന്ന ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് പുണ്യാളൻ്റെ കഥ പറഞ്ഞു പോകുന്നതും കഥ പുരോഗമിക്കുന്നതും. അവയെല്ലാം സരസമായ രീതിയിലാണ് ചിത്രത്തിൽ അണിയറ പ്രവർത്തകർ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രേക്ഷകന് കണക്റ്റായി എന്നിടത്താണ് കാര്യം. പണ്ട് മലയാളത്തിൽ തന്നെ വന്ന റോമൻസ് രീതിയിലൊക്കെ പടത്തിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭങ്ങൾ കാണാമെങ്കിലും ഹ്യൂമർ വശം നോക്കുമ്പോൾ ചിത്രം അത്രയ്ക്ക് എത്തിയില്ല എന്നാണ് പേഴ്സണലി തോന്നിയത്. എന്ന് സ്വന്തം പുണ്യാളനിലെ കഥാപാത്രങ്ങളെ നോക്കിയാൽ ബാലു വർഗീസ് ഒരു വൈദികനായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അത് ചെയ്ത് അവതരിപ്പിച്ചതായി തോന്നി. അനശ്വര രാജൻ്റെ ക്യാരക്ടറും അവരുടെ സ്റ്റൈലിൽ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. അർജുൻ അശോകൻ ഏകദേശം സിനിമ പകുതിയാകുമ്പോഴാണ് എത്തുന്നത്. രോമാഞ്ചത്തിലെ ചിരിക്ക് സമാനമായ രീതിയിൽ മറ്റൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്തുകൊണ്ടാണ് അർജുൻ സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ ആ പുഞ്ചിരിയും പ്രേക്ഷകന് ദഹിച്ചോ എന്നതിലാണ് കാര്യം. രഞ്ജി പണിക്കരാണ് മറ്റൊരു ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും വേറൊരു ശൈലിയിൽ ആ കഥാപാത്രം അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബൈജു ചെയ്ത ക്യാരക്ടറും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും സ്ഥിരം ശൈലിയിൽ ആയിരുന്നു. പിന്നെ ചിത്രത്തിൻ്റെ രംഗങ്ങൾ കുറേയൊക്കെ ഇൻഡോർ തന്നെ ആയിരുന്നു. ചെറിയ ചെറിയ ട്വിസ്റ്റുകളും പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇൻ ഷോർട്ട്, കോമഡി ട്രാക്കിൽ നീങ്ങുന്ന ഒരു ശരാശരി അർജുൻ അശോകൻ ബാലു വർഗീസ് ചിത്രമാണ് എന്ന് സ്വന്തം പുണ്യാളൻ.